ഹലോ ഗൈസ്, ഈ 2026 വിഷു എങ്ങനെയൊക്കെ ആവുന്നെന്ന് നോക്കിയാലോ. ഈ വിഷുവിന് വിഷുക്കണി ഒരുക്കാൻ ഞാൻ അമ്മൻ്റെ കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ വിഷുക്കണിയൊക്കെ ഒരുക്കുന്നത്. ഉരുളി വെച്ച് കൊടുക്കാം, അതിലേക്ക് അരി 3 വെടി ചുറ്റിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നെല്ലും ഇതുപോലെ ചുറ്റിച്ച് ഒരു പിടിയായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉരുളിയിലേക്ക് പഴം വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഉരുളി നിറച്ച് പഴങ്ങൾ നിറച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറികളെല്ലാം അടുത്തൊരു തട്ടിലായി വെച്ച് കൊടുക്കാം. അങ്ങനെ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി കണ്ണന് മുല്ലപ്പൂമാല ചാർത്തി കൊടുക്കാം. അങ്ങനെ മുല്ലപ്പൂമാലയും വെച്ച് കൊടുത്ത് ഉരുളിയിലേക്ക് വാൽക്കണ്ണാടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണൻ്റെ പ്രിയപ്പെട്ട മയിൽപ്പീലിയും കൂടി വെച്ച് കൊടുത്ത് ഉണ്ണിയപ്പവും ഒരു ബൗളിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കണ്ണന് തുളസിമാല ചാർത്തി കൊടുക്കാം. പിന്നെ കണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ കൊന്നപ്പൂവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ധാന്യങ്ങളും ഗ്രന്ഥവും പണവും നാണയങ്ങളും സ്വർണവും പച്ചക്കറികളും പഴവും പൂക്കളും എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കണി ഇഷ്ടപ്പെട്ടോ എന്നും കൂടി പറയണം. പിന്നെ നാളെ പടക്കം പൊട്ടുന്നതും അതുപോലെ കൈനീട്ടം വാങ്ങുന്നതും എല്ലാം കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ട് കൈനീട്ടമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ പോയി പടക്കം പൊട്ടിക്കുക. ആദ്യം തന്നെ ഓലപ്പടക്കത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കേണ്ടതാണ് ഗുണ്ട്. ഇനി ഇത് പൊട്ടിക്കണതെന്ന് കണ്ടാലോ. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ഇനി നേരെ പോയി ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോവാം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള വേറൊരു അമ്പലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കൈനീട്ടവും കിട്ടി, അതുപോലെ പ്രസാദവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചരടും കൂടി വാങ്ങി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും